Welcome to XY's Malayali's channel. Don't forget to subscribe. ഈയിടെ ഇറങ്ങിയ ഇക്കണോമിക് ടൈംസിൽ രാധിക ഗുപ്ത എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, മിഡിൽ ക്ലാസ് ഈ വാക്ക് പലർക്കും ഒരു സാമ്പത്തിക നില മാത്രമല്ല, ഒരു തിരിച്ചറിവാണ്. ഇത് പറയുന്നത് സൈക്കോളജിസ്റ്റ് രാധിക ഗുപ്തയാണ്. ഇന്നത്തെ കാലത്ത് പലരും വലിയ ശമ്പളം ലഭിക്കുന്നവരായിട്ടും അവരിപ്പോഴും മിഡിൽ ക്ലാസ് എന്ന ലേബിളിനോട് മനസ്സിലൊരു ബന്ധം പുലർത്തുന്നുണ്ട്. എന്തുകൊണ്ട്? കാരണം അവരുടെ കുടുംബത്തിന്റെ വേരുകൾ മിഡിൽ അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ് ജീവിതത്തിലാണ്. ഈ തിരിച്ചറിവ് ഒരു സംസ്കാരശീലമായി മാറിയിരിക്കുന്നു. സാമ്പത്തികമായി അവർ മിഡിൽ ക്ലാസ് അല്ലെങ്കിലും മനസ്സിൽ അവർ ഇപ്പോഴും അതേ ലോകത്തിലാണ്. അതുകൊണ്ടുതന്നെ ഉയർന്ന വരുമാനമുള്ളവർക്ക് പോലും ഒരു അസന്തോഷവും അതൃപ്തിയും നിലനിൽക്കുന്നു. നഗരജീവിതത്തിന്റെ ചെലവുകൾ, ഉയരുന്ന വാടകകൾ, ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ ഇതെല്ലാം ചേർന്നപ്പോൾ എത്ര വലിയ ശമ്പളവും മതി എന്ന് തോന്നുന്നില്ല. ഇതിനോടുകൂടി സോഷ്യൽ മീഡിയയും ആയി കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരുടെ ജീവിതവുമായി നിരന്തരം താരതമ്യം ചെയ്യാനുള്ള ഒരു ചുറ്റുപാട് സൃഷ്ടിച്ചിരിക്കുന്നു. ഒരു യുവ പ്രൊഫഷണലിന്റെ ഉദാഹരണം രാധിക ചൂണ്ടിക്കാട്ടുന്നു. അദ്ദേഹം നീണ്ട ജോലി സമയങ്ങൾ ഒഴിവാക്കുന്നത് ഫിറ്റ്നസ് നിലനിർത്താനും അവധിക്കാലം ആഘോഷിക്കാനും ഓൺലൈൻ രൂപം നിലനിർത്താനുമാണ്. ഇത് ഒരു വലിയ ഡിജിറ്റൽ മത്സരത്തിന്റെ ഭാഗമാണെന്ന് ഗുപ്ത പറയുന്നു. അതിനാൽ മിഡിൽ ക്ലാസ് എന്നത് ഒരു വരുമാന ലേബൽ മാത്രമല്ല, അതൊരാളുടെ മനസ്സിൽ വേരൂന്നിയ മാനസിക തിരിച്ചറിവും കൂടിയാണ്. Thank you for watching.